ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നെർബിൻ വ്ലോഗ്സ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ജർമ്മനിയിലേക്ക് ഇപ്പോൾ ഒത്തിരി നേഴ്സുമാർ വരാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. റീസെന്റ് ജർമ്മനിയിൽ എത്തിയവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ജർമ്മനിയിലേക്ക് ഫസ്റ്റ് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 1 ഇയർ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്ന വരെയുള്ള ജർമ്മനിയിലെ ലൈഫ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊണ്ട് കിട്ടുന്നത് വരെയുള്ള നമ്മുടെ എങ്ങനെയായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകാം. ഇത് എല്ലാവർക്കും ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്നില്ല, എന്നാലും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ പറയാലോ, കുറച്ച് നാള് മുന്നേ വരെ നമുക്ക് ഉൾക്കുണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രജിസ്ട്രേഷൻ. അപ്പോൾ രജിസ്ട്രേഷൻ ആയിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ രജിസ്ട്രേഷൻ കിട്ടി വരുന്നവരുണ്ടായിരുന്നു ജർമ്മനിയിലേക്ക് നേഴ്സുമാർക്ക്. പക്ഷെ ഈ ഒരു 2-3 വർഷമായിട്ട് നമ്മള് ഇപ്പത്തെ നേഴ്സുമാർക്ക് ഉൾക്കുണ്ട ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് ഉൾക്കുണ്ട എന്ന് പറഞ്ഞ ഈ രജിസ്ട്രേഷൻ നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. ഇന്നത്തെ കറന്റ് സിറ്റുവേഷനിൽ നമുക്ക് ഉൾക്കൊണ്ട കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് രജിസ്ട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒന്നെങ്കിൽ കെനൻസെ പ്രൂഫും എഴുതണം, അല്ലാന്നുണ്ടെങ്കിൽ അൻപാസും ലെയറർഗാങ്. അപ്പൊ ആദ്യം അൻപാസും ലെയറർഗാങ് എന്താണെന്ന് ഞാൻ പറയാം. അൻപാസും ലെയറർഗാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രാക്ടിക്കും പോലെ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലുകാര് എത്ര മാസമാണോ നമ്മളോട് പ്രാക്ടിക്കും ചെയ്യേണ്ടത്, ഇപ്പൊ 3 മാസം പറയും, ചിലപ്പോൾ 5 മാസമായിരിക്കും, ചിലപ്പോൾ 8 മാസമായിരിക്കും. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ബെഷൈഡ് കിട്ടും, അതിൻ്റെ അത് നമുക്ക് ഉണ്ടാവും എത്ര നാളാണ് നമ്മൾ പ്രാക്ടിക്കും ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അത് അത്രയും നാള് എത്രയാണോ അവർ പറഞ്ഞിരിക്കുന്നത് അത്രയും നാള് നമ്മൾ പ്രാക്ടിക്കും ചെയ്യണം. അതിനുശേഷം അവര് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞ് അവരൊരു എക്സാം പോലെ നമുക്ക് കണ്ടക്ട് ചെയ്യും. ആ എക്സാമിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേഷ്യന്റിനെ തരും, ഒന്നല്ലെങ്കിൽ 2 പേഷ്യന്റിനെ തരും. നമ്മൾ അതിന്റെ പ്രൊസീജിയേഴ്സ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓവർ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും, ഒരു പേഷ്യന്റിന് ഒരു സ്റ്റാഫ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം നമ്മൾ അവിടെ വെച്ച് ചെയ്ത് കാണിക്കണം. പക്ഷെ അത് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം ഒന്നും ആയിരിക്കത്തില്ല. നമ്മുടെ വാർഡിൽ തന്നെ ഒരാൾ വന്നിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് അത്ര ടെൻഷൻ അടിക്കാനുള്ള ഒരു എക്സാം ഒന്നും അല്ല. ഇനിയിപ്പോ നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് കെനൻസെ പ്രൂഫിങ്ങിനെ പറ്റിയാണ്. കെനൻസെ പ്രൂഫിങ് നമ്മുടെ അൻപാസും ലെയറർഗാങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെനൻസെ പ്രൂഫിംഗ് ആണ് കുറച്ചും കൂടെ പാടായിട്ടുള്ള എക്സാം. ഈ കെനൻസെ പ്രൂഫിങ്ങിന് ആകെ 2 അറ്റംപ്റ്റ് ആണുള്ളത്. നമുക്ക് എക്സാം എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ആകെ 2 അറ്റംപ്റ്റേ ഉള്ളൂ. പക്ഷെ നമുക്ക് 2 അറ്റംപ്റ്റിനുള്ളിൽ തന്നെ എഴുതിയെടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഇവർ തന്നെ നമുക്ക് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യും, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഈ പറഞ്ഞ കെനൻസെ പ്രൂഫും അല്ലെങ്കിൽ അൻപാസും ലെയറർഗാങ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം പാസ്സായാൽ മാത്രമേ നമുക്ക് ഈ ജർമ്മനി വന്നിട്ട് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടി നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സിന്റെ സാലറി ഒക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങത്തുള്ളൂ. അതുപോലെ നമ്മൾ പ്രാക്ടിക്കാൻഡിനായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള സാലറി നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നാട്ടിൽ നിന്ന് B1 വെച്ച് വരുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ B2 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ B2 എക്സാം എഴുതാനുള്ള സെന്ററുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ ഡ്യൂട്ടിയുടെ ഇടയിൽ നമുക്ക് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിന്റെ ഡ്യൂട്ടിയും ഇതും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് എന്തായാലും വരും. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മൾ B2 എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പായ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവർ പറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ B2 എക്സാം എഴുതണം. അതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കെനൻസെ പ്രൂഫും അല്ലെങ്കിൽ അൻപാസും ലെയറർഗാങ് അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ബെഷൈഡ് നമുക്ക് നാട്ടിൽ തന്നെ നമുക്കൊരു ബെഷൈഡ് കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് എത്ര നാള് പ്രാക്ടിക്കും ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പൊ ഇപ്പൊ ചിലപ്പം 5 മാസമായിരിക്കും, ചിലപ്പോൾ 8 മാസമായിരിക്കും. അത് ഡിപ്പെൻസ് ആണ്. ഓരോ ഹോസ്പിറ്റല് നമ്മുടെ അടുത്ത് എത്രയാണോ പറയുന്നത് അതിനനുസരിച്ച്. പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ബെഷൈഡിലുള്ള പോലെ തന്നെ നമുക്ക് എല്ലാ ഹോസ്പിറ്റലുകളും നമുക്ക് ആ ഒരു കൃത്യം 5 മാസത്തിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ തരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന വാർഡ്, അവിടുത്തെ കൊളീഗ്സ്, ഇൻചാർജ് ഇവരൊക്കെ ആയിട്ട് നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നിൽക്കണം. അതുപോലെ തന്നെ അവരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഡൗട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മളൊന്നും ചോദിക്കാതെ മിണ്ടാതെ ഒക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചോദിക്കാത്തത് എന്ന് മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കുന്നതും അവരോട് ഡൗട്ട് ചോദിക്കുന്നതും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതെന്തായാലും നമ്മുടെ ഈ ഉൾക്കൊണ്ട രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഉൾക്കൊണ്ട സ്പീഡപ്പ് ആകാനും അതുപോലെ തന്നെ ലാഗ് ആകാനും കാരണമാണ്. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സംശയവും കാര്യങ്ങളും ഒക്കെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇൻചാർജ് ആണെങ്കിലും അതുപോലെ നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും നമ്മളെ കുറിച്ച് നല്ലൊരു അഭിപ്രായം അവർക്കും ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉൾക്കൊണ്ട കിട്ടും. അതുപോലെ തന്നെ നമ്മളൊന്നും ചോദിക്കുന്നില്ല, നമ്മൾ മിണ്ടാതെയൊക്കെ ഇരിക്കുവാണ്, വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അവൾക്ക് ലാംഗ്വേജ് ഇല്ല, അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് ജർമ്മനിയിലേക്കൊക്കെ വരുന്നവരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ കുറെ പേർക്കുള്ള ഒരു ഡൗട്ടാണ് ഫാമിലിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ. നമുക്ക് 6 months ഇപ്പോൾ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ജർമ്മനിയിൽ എത്തി, അപ്പോൾ അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 6 monthsനുള്ളിൽ തന്നെ നമ്മൾ ജർമ്മനിയിൽ എത്തി 6 monthsനുള്ളിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 മാസം അല്ലെങ്കിൽ 5 മാസം നമുക്ക് പ്രാക്ടിക്കും ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മൾ പ്രാക്ടിക്കും ചെയ്ത് നമുക്ക് 5 മാസം കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി, നമുക്ക് ഉൾക്കൊണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള പേപ്പറുകളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തു. അപ്പം അങ്ങനെ വന്നാൽ പോലും നമുക്ക് അത് നമ്മുടെ കയ്യിൽ രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മാസം എടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഫാമിലിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ 3 മാസത്തെ സാലറി സ്ലിപ്പ് നമ്മുടെ നാട്ടിലെ വിസ ഇന്റർവ്യൂവിന് പോകുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം ഉള്ള 3 മാസത്തെ സാലറി സ്ലിപ്പാണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഒരു വീട് എടുക്കണം. അപ്പോൾ നമ്മൾ വീട് എടുക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രാക്ടിക്കും ചെയ്യുന്ന സമയത്ത് നമുക്ക് വീട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സാലറി വെച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ടൈറ്റ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്ന ആ ഒരു ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിനൊരു 1-2 മാസം മുന്നേ തന്നെ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങുക നമ്മുടെ വീട്. കുറെ ആപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കൊളീഗ്സിനോടൊക്കെ ഒന്ന് ചോദിച്ച് ഒന്ന് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് പുതിയ വീട്ടിലേക്ക് മാറാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇയറിനുള്ളിൽ തന്നെ നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം 6 monthsനൊക്കെ ഉള്ളിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം പക്ഷെ 1 ഇയറിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ജർമ്മനിയിലേക്ക് വരാനിരിക്കുന്ന നേഴ്സുമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചൂസ്.